നമ്മളിൽ മിക്ക പേർക്കുമുള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചിലും മുടിയുടെ ഉള്ളു കുറയുന്നതുമൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല, ഒരു 1/2 ലിറ്റർ എണ്ണയിലാണ് ഇത് കാച്ചിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൈപ്പിടി കറിവേപ്പിലയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ്, ചുവന്ന ചെമ്പരത്തി. അടുക്കുള്ള ചെമ്പരത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടുക്കില്ലാത്ത 5 ഇതളിൻ്റെ ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു 3 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് ഒരു കൈപ്പിടി കേശവർദ്ധിനിയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ കേശവർദ്ധിനി നമുക്കറിയാം നമ്മുടെ മുടി നിര മാറാനായിട്ടും മുടി കിളിർക്കാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരല്പം തുളസിയില എടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് എടുക്കാനായിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നമ്മൾ സവോള ചേർക്കുന്നതിനേക്കാട്ടിലും നമുക്ക് റിസൾട്ട് തരുന്നതാണ് ചെറിയ ഉള്ളി. ഒരു 10-20 ചെറിയ ഉള്ളി ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തണ്ട് കറ്റാർ വാഴയും കൂടി ഞാൻ ഇതിനുള്ളിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിനുള്ളിലേക്ക് കരിഞ്ജീരകമോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്കയോ ഒക്കെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ചിലർക്ക് ഇതിലേതെങ്കിലുമൊക്കെ സാധനങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ അത് നമുക്കിതിനുള്ളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ അരച്ചിട്ടോ ഒക്കെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ ഇതെല്ലാം അരച്ചെടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിനകത്തിൽ വരുന്ന ഗുണങ്ങളെല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചാണ് ഞാനെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. ഞാനെപ്പോഴും എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുകട്ടിയുള്ള പാത്രമോ എടുക്കാം. ഇതിനുള്ളിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ അതിനുള്ളിലേക്ക് 1 സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അലർജിയോ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാതെ ഇരിക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച ഇൻഗ്രീഡിയൻസിനൊപ്പം അരച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. എണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ഞാൻ 1 സ്പൂൺ റോസ്മേരി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പക്കലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. റോസ്മേരി ആണെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ റോസ്മേരി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ ആ പതപ്പൊന്ന് മാറി കഴിയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പൊള്ളലേൽക്കാതോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് പതഞ്ഞ് വരുന്നതൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇത് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഇത് ചുവട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇളക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ദേഹത്തേക്ക് ഈ എണ്ണ തെറിച്ച് വീഴാതെയോ അല്ലെങ്കിൽ പാത്രം നമ്മുടെ ദേഹത്തേക്ക് മറിയാതെയോ ഒക്കെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അരച്ച മിക്സിനകത്തുനിന്നും നന്നായിട്ട് ഈ പതഞ്ഞ് വരുന്നതെല്ലാം മാറി ആ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് എണ്ണയിൽ മൂത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ആ എണ്ണയുടെ കളർ ചെറുതായിട്ട് മാറി വരും. ആദ്യമേ ഒരു ഗ്രീൻ കളറായിരിക്കും, പിന്നെ പതുക്കെ അതൊരു ഗോൾഡൻ കളറും പിന്നെ ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ നന്നായിട്ട് ആ ഒരു പതപ്പൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് ആ ഒരു പതപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്ക് നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലിനകത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് മട്ടായിട്ട് വരുന്നത് നമ്മളൊരു കോട്ടൺ തുണിയിൽ കെട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഊറി ഇറങ്ങി വരുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കാം. മുടി കൊഴിച്ചിലും താരനും മുടിക്കുള്ളിൽ കൊഴിയുന്നതും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.